നമസ്കാരം. നൊബേൽ സമാധാന സമ്മേളനം നിഷേധിക്കപ്പെട്ടത് സമാധാനത്തിനായി പ്രവർത്തിക്കാനുള്ള തന്റെ ബാധ്യത ഇല്ലാതാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നൊബേൽ സമ്മാനം നിരസിക്കപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ഗ്രീൻലാൻഡിനായുള്ള തന്റെ ആവശ്യത്തെ ട്രംപ് ന്യായീകരിച്ചതായും PTBS ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. നൊബേൽ സമാധാന പുരസ്കാരം നിഷേധിക്കപ്പെട്ടതോടെ സമാധാനം എന്ന നാടകം അവസാനിപ്പിക്കുന്നുവെന്ന് തുറന്നടിച്ച് പ്രഖ്യാപിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്കാണ് ലോകത്തെ തള്ളിവിടുന്നത്. ഒരു രാഷ്ട്രത്തലവന്റെ വാക്കുകൾ ലോകത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഈ കാലത്ത് സമാധാനം ഇനി എന്റെ ബാധ്യതയല്ല എന്ന ട്രംപിന്റെ പ്രഖ്യാപനം വെറും അഹങ്കാര പ്രകടനം മാത്രമല്ല, അത് ആഗോള ക്രമത്തിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മേൽ ചവിട്ടിമതിക്കുമെന്നുള്ള ഭീഷണി കൂടിയാണ്. ഗ്രീൻലൻഡിനെ നിയന്ത്രിക്കാമെന്ന ആവശ്യം വീണ്ടും ആവർത്തിക്കുകയും അതിനെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ കർശനമായ താരിഫ് ഭീഷണികൾ ഉയർത്തുകയും ചെയ്യുന്ന ട്രംപ് 21ാം നൂറ്റാണ്ടിൽ കോളനിയലിസത്തിന്റെ ഭീകരഭൂതത്തെ വീണ്ടും ജീവൻ കൊടുക്കുകയാണ്. നൊബേൽ സമാധാന പുരസ്കാരം ഒരു വ്യക്തിയുടെ അഭിമാനം മാത്രമല്ല, അത് മനുഷ്യകുലത്തിന്റെ സമാധാന പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയാണ്. ആ പുരസ്കാരം കിട്ടിയില്ല എന്ന കാരണത്താൽ സമാധാന നിലപാട് ഉപേക്ഷിക്കുന്നുവെന്ന് പറയുന്നത് ട്രംപ് ഒരിക്കലും സമാധാനത്തെ ആത്മാർത്ഥമായി സമീപിച്ചിട്ടില്ല എന്നതിന്റെ തുറന്ന സമ്മതം തന്നെയാണ്. അധികാരം എന്ന ലഹരിയിൽ മുങ്ങിയ ഒരു നേതാവ് ലോക ഭൂപടത്തെ തന്റെ റിയൽ എസ്റ്റേറ്റ് മാപ്പായി കാണുമ്പോൾ ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും വെറും തടസ്സങ്ങളായി മാറും. പ്രിയ ജോനാസ്, 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടും നിങ്ങളുടെ രാജ്യം സമാധാനത്തിനുള്ള നൊബേൽ എനിക്ക് നൽകിയില്ല. സമാധാനം എന്നത് പ്രധാനമാണെങ്കിലും ഇനി ഞാൻ എല്ലായ്പ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടതില്ല. ആ സമയത്ത് അമേരിക്കൻ ഐക്യനാടുകൾക്ക് നല്ലതും ശരിയായതുമായ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറഞ്ഞത്. തുടർന്ന് ഗ്രീൻലൻഡിനെ നിയന്ത്രണത്തിലാക്കുന്നത് സംബന്ധിച്ച തന്റെ ആവശ്യം ട്രംപ് വീണ്ടും മുന്നോട്ട് വെക്കുകയും ദ്വീപിന് മേലുള്ള ഡെൻമാർക്കിന്റെ പരമാധികാരത്തെ തള്ളിക്കളയുകയും ചെയ്തു. ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് നാറ്റോയോട് ട്രംപ് ആവശ്യപ്പെട്ടു. ഗ്രീൻലൻഡിന്റെ സമ്പൂർണമായ നിയന്ത്രണം ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ലോകം സുരക്ഷിതമായിരിക്കില്ല എന്നും ട്രംപ് ഭീഷണി മുഴക്കി കഴിഞ്ഞു. ഗ്രീൻലൻഡ് കൈവശപ്പെടുത്താനുള്ള ട്രംപിന്റെയും സഖ്യകക്ഷികളുടെയും പ്രചരണം ശക്തമായ സമയത്താണ് ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഗ്രീൻലൻഡ് കൈവശപ്പെടുത്താനുള്ള US നീക്കത്തെ എതിർത്ത ഡെൻമാർക്ക് ഉൾപ്പെടെ 7 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ട്രംപ് 10% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ജൂണിനുള്ളിൽ ഗ്രീൻലൻഡിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കൈമാറിയില്ല എങ്കിൽ തീരുവ 25% ഉയർത്തുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഗ്രീൻലൻഡിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ നാറ്റോ അംഗങ്ങളായ ജർമ്മനി, സ്വീഡൻ, ഫ്രാൻസ്, നോർവേ എന്നിവരോടൊപ്പം ഡെൻമാർക്കും സൈനിക ഉദ്യോഗസ്ഥരെ ഗ്രീൻലൻഡിലേക്ക് അയച്ചു. ഗ്രീൻലൻഡിൽ ഫ്രാൻസ് കര, വ്യോമ, നാവിക സംവിധാനങ്ങൾ വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. ട്രംപിന്റെ പേര് പറയാതെ ലോകത്തിലെ ചില ശക്തികൾ പുതിയ കൊളോണിയലിസം മുന്നോട്ട് വെക്കുന്നുവെന്ന് അദ്ദേഹത്തെ വിമർശിച്ചു. ഗ്രീൻലാൻഡ് ഒരു കച്ചവട വസ്തുവല്ല, അതിനെ കൈയടക്കാമെന്ന ഭാഷയിൽ സംസാരിക്കുന്നത് ആധുനിക ലോകത്ത് അസ്വീകാര്യമായ സാമ്രാജ്യത്വ ചിന്തയുടെ നഗ്ന രൂപമാണെന്ന് പറയേണ്ടി വരും. ട്രംപിന്റെ ഈ നിലപാട് അമേരിക്കയുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ശ്രമമല്ല, മറിച്ച് ലോകത്തിന്റെ മുന്നിൽ അമേരിക്കയെ ഒരു ഭീഷണിയായും വിശ്വാസ്യത നഷ്ടപ്പെട്ട ശക്തിയായും മാറ്റുന്ന നടപടിയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ എതിർത്താൽ താരിഫ് ചുമത്തുമെന്ന ഭീഷണി സാമ്പത്തിക ആയുധങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ കീഴടക്കത്തിന് ശ്രമിക്കുന്ന അപകടകരമായ പ്രവണതയാണ്. ഇത് ട്രംപിന്റെ വ്യക്തിപരമായ നിരാശയുടെ പ്രതികരണമല്ല, ഇത് ലോക സമാധാനത്തിന് മേൽ ഉയർന്നിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. സമാധാനം ഒരു പുരസ്കാരമല്ല, ഒരു ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കാത്ത നേതാവ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം ലോകം ജാഗ്രതയോടെ ഇരിക്കേണ്ടി വരും. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ ഒരു കാര്യം സംശയാതീതമായി തെളിയിക്കുന്നു: അധികാരം നിലനിർത്താൻ ഭീഷണിയും ഭയം വിതറലും ഉപയോഗിക്കുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖമെന്നത്. നൊബേൽ കിട്ടിയില്ല എങ്കിൽ സമാധാനം വേണ്ട എന്ന നിലപാട് കേവലം ഒരു കുട്ടിയുടെ പിടിവാശിയല്ല, അത് ആണവായുധങ്ങളും സാമ്പത്തിക ശിക്ഷകളും കൈവശമുള്ള ഒരു രാഷ്ട്ര തലവന്റെ അപകടകരമായ അഹങ്കാരമാണ്, അല്ലെങ്കിൽ തുറന്ന വെല്ലുവിളിയാണ്. ഈ അഹങ്കാരം നിയന്ത്രണം വിട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകമൊട്ടാകെ അനുഭവിക്കേണ്ടി വരും. യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്ന ധാരണ അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയെ തന്നെ തകർക്കും. സഖ്യങ്ങളെ ശത്രുക്കളാക്കുകയും ചർച്ചകളെ ഭീഷണികളാക്കി മാറ്റുകയും ചെയ്യുന്ന നേതാവ് ഒടുവിൽ ഒറ്റപ്പെടലിലേക്കാണ് നയിക്കുന്നത്. ചരിത്രം ഉറപ്പായും ഒരിക്കൽ വിധി പറയും. ഭീഷണിയും അഹങ്കാരവും വിതറുന്ന നേതാക്കൾക്ക് ചരിത്രത്തിൽ ലഭിച്ചത് അപമാനകരമായ ഓർമ്മകൾ മാത്രമാണ്. സമാധാനം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ഒരാൾ ഒടുവിൽ ലോകം തന്നെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ അവശേഷിപ്പായി മാറുമെന്ന് ചരിത്രം വീണ്ടും തെളിയിക്കും.